മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ, ധർമ്മട നിയോജകമണ്ഡലത്തിൽ പുള്ളി ബോംബ് തോന്നുവാണ്, ഒരു പാലം പണിയണം, ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം. മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ കല്ലിടുമോ? കല്ലിടില്ല. കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം, പിന്നെ ടെൻഡർ ചെയ്യണം, വർക്ക് അവാർഡ് ചെയ്യണം. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ്. മാത്രമല്ല പാരിസ്ഥിതിക അനുമതി, അവിടെ സമരം, കാരണം ഇതിന്റെ റെഫ്യൂജീസ് ഉണ്ടാവും, ഈ വികസനത്തിന്റെ ഇരകളുണ്ടാവും, അവരുമായിട്ട് സെറ്റിൽമെന്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള 475 കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെന്റ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. ആ എഗ്രിമെന്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. 2019 റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്ന 2025 ഒന്നും ചെയ്തിട്ടില്ല. ഇത് മാത്രം പണിത് വെച്ചാൽ പോരാ, റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെന്റ്സ് നടക്കുന്നത്. അതിനുവേണ്ടി ചെറുപേരിൽ അനക്കിയിട്ടില്ല. പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാ പറഞ്ഞത്. ഇപ്പോ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാലോ, ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കടൽ കൊള്ളയാണ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ പോണെന്ന്. 9 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയായിരുന്നില്ല. അവർ തന്നെ വെച്ചല്ലോ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താ? ക്ലീൻ ചിറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ. എന്തെല്ലാം നുണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത്. ഇത് വിവാദമായി, എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി. കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു. തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? വിളിക്കുന്നില്ല, കാരണം ഇത് 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ്. 4ാം വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക, അപ്പൊ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാ ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് എനിക്ക് കത്ത് തരുന്നത്? നുണയല്ലേ? അപ്പോ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ VD സതീശന്റെ പേരുണ്ടെന്ന് പറഞ്ഞു. അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത്. 4ാം വാർഷിക ആഘോഷമാണിത്. 4ാം വാർഷിക ആഘോഷം ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പോ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രമോ പ്രധാനമന്ത്രിയും മാത്രമോ പ്രസംഗിക്കണമെന്ന്. പിന്നെ ഞാൻ എന്തിനാ പോണ്? അപ്പോ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. ഇവരുടെ വീട്ടിലെ കല്യാണമൊന്നും അല്ലല്ലോ, ഇത് പൊതുപരിപാടിയാണ്. അത് ജനങ്ങളത് വിലയിരുത്തും. വേറെ പ്രതിഷേധം പോലും എന്റെ ഭാഗത്തുനിന്നില്ല, പരിഭവം പോലും എന്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പങ്കെടുക്കില്ല. കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല. പിന്നെ ഞാനെന്തിനാ പോകുന്നു? പിന്നെ ഇപ്പോൾ ഒരു കസേര പിടിച്ചിടുവാണ് വിവാദമായപ്പോൾ. ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആണല്ലോ. ഏത് 4ാം വാർഷികം ഇത്? അതാണ് BJPക്കാർ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 4ാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒരുമിച്ചാണ്, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല. നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും. ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. വിഴിഞ്ഞത്തിനെതിരെ UDFും കോൺഗ്രസും സമരം ചെയ്തിരുന്നില്ലേ? വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത്, അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ് ചെയ്യപ്പെട്ട വിഷയമാണ്. അവിടെ ഇതിന്റെ ഈ ഡെവലപ്മെന്റ് റെഫ്യൂജീസ്, വികസനത്തിന്റെ ഇരകളുണ്ടാവും. അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കി 475 കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കി. ഗവൺമെന്റ് ഉത്തരവിറക്കി. പക്ഷേ ഇരകൾ എവിടെ കിടന്നിരുന്നത്? വലിയ തുറയിലെ സിമന്റ് ഗോഡൌണിൽ 450ഓളം കുടുംബങ്ങൾ കിടന്നിരുന്നു. ഞാനാണ് അവിടെ പോയി അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈകൂപ്പി ആ പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അവർ സമരം ചെയ്തു. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല, പോർട്ടിനെതിരായ സമരമല്ല. വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് ഉണ്ടായ വികസനത്തിന്റെ ഇരകളായി മാറി കാറ്റും വെളിച്ചവും കടക്കാത്ത സിമന്റ് ഗോഡൌണിൽ പ്രസവം വരെ നടന്നോടെ തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. 450 കുടുംബങ്ങൾ, പ്രായമായവർ. ഇപ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടും തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം, ആ സമരത്തിന് 1ാമത്തെ ദിവസം മുതൽ 140ാമത്തെ ദിവസം വരെ പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. ആ സമരം ചെയ്തു. ആ സമരം വിഴിഞ്ഞത്തിനെതിരാണ്. എങ്ങനെ? പാവപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി വച്ച 475 കോടി രൂപ ചെലവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരം ശരിയായിരുന്നു.